മലയാളികളുടെ ഓണാഘോഷത്തിന്റെ മാറ്റുകുറച്ച് വിലക്കയറ്റം രൂക്ഷമാകുന്നു. പച്ചക്കറി ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾക്കെല്ലാം കഴിഞ്ഞ ഓണക്കാലത്തെ അപേക്ഷിച്ച് 30% അധികമാണ് വില. വിപണി വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടൽ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. ഓണം പൊടി പൊടിക്കണം, സദ്യ കെങ്കേമമാക്കണം. ഒരു സാധാരണ മലയാളിയുടെ ആഗ്രഹമാണിത്. എന്നാൽ പച്ചക്കറിയുടെയും അരിയുടെയും വില കേട്ടാൽ നെറ്റി ചുളിയും. പച്ചമുളകിന് 10-16 രൂപ ആയിട്ട് എൻ്റെ അടുത്തായി 60 രൂപ. വെണ്ടക്ക 50 രൂപയാണ്. വെണ്ടയ്ക്കൊക്കെ നിസ്സാര പോലെ കഴിഞ്ഞ ആഴ്ച 10 രൂപ പോലും ആർക്കും വേണ്ടാത്ത വെണ്ടയ്ക്കാണ്. ഇന്ന് 50 രൂപയാണ്. കാരണം ഒരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ അവൻ്റെ അണ്ടങ്കീറോ എന്നുള്ള വിധത്തിലാണ് നിൽക്കണേ. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ പ്രയാസമില്ലാതെ ഓണമുണ്ട മലയാളി ഇത്തവണ പായസമില്ലാതെ വേണം ഓണമുണ്ണാൻ. പഞ്ചസാരയ്ക്കും വില കുതിച്ചുയർന്നു. 80 മേളിലായിട്ടുണ്ടാവും. ഇന്നലെ 78 കഴിഞ്ഞ ആഴ്ച 60 ഇപ്പം 80 മേളിലായി. സവാള 50 മേളിലേക്കായി. കാരണം ഓരോ ഐറ്റംസിന് ഉള്ളി 110 രൂപയായി. വിലക്കയറ്റം രൂക്ഷമാണെങ്കിലും വിപണിയിൽ കൃത്യമായി ഇടപെടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. വിലക്കയറ്റം അറിഞ്ഞിട്ടില്ലെന്നതാണ് സർക്കാരിന്റെ ഭാവം. ഇതോടെ ജനങ്ങൾ ഓണക്കാലത്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. പൊതുവിതരണ ശൃംഖല വഴി വിലക്കയറ്റം പിടിച്ചു നിർത്താമെന്ന സർക്കാരിന്റെ വാക്ക് പാലിക്കപ്പെടാതെ വന്നതോടെ ഇഞ്ചി മുതൽ എല്ലാത്തിനും വില വർദ്ധിച്ചു. 3 മാസമായി വില കയറിയിട്ട് ഇതുവരെ വില കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഇഞ്ചിക്ക് വില വർദ്ധിച്ചിരിക്കുകയാണ്. ഓൾഡ് 8,500 ഉണ്ട്. ഓണത്തിനായി തയ്യാറെടുക്കുന്ന മലയാളികൾ വലിയ ആശങ്കയിലാണ്. കൈരളി ന്യൂസ്, കൊച്ചി.